നാടും നഗരവും തിരഞ്ഞെടുപ്പിന്റെ ആവേശ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി കേവലം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിലേക്ക് ബാക്കിയാവുന്നത്. വിവിധ പാർട്ടികളിൽ നിന്നായി മുൻനിര നേതാക്കന്മാരാണ് സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത്. ഇന്ന് വാണിമേലിൽ ഷാഫി പറമ്പിൽ എം പിയാണ് UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥനയുമായി എത്തിയത്. വാണിമേലിലെ നിരത്തുമ്മൽ പീടിക, കുറ്റിയിൽ പീടിക, ചേരനാണ്ടി, വെള്ളിയോട് എന്നീ സ്ഥലങ്ങളിലാണ് MP എത്തിയത്. ഷാഫി പറമ്പിൽ MPയെ പോലെ വളരെ ജനകീയനായ ഒരു നേതാവിന്റെ ഇടപെടലിലൂടെ വളരെ പ്രൗഢമായ ഒരു ജനതയെ അണിനിരത്തിയുള്ള വോട്ടഭ്യർത്ഥന യാത്രയാണ് ഇന്ന് വാണിമേലിൽ നടന്നത്. UDFന്റെ സാരഥികൾ മുന്നേറിക്കൊണ്ട് അവർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാനായാണ് ഷാഫി പറമ്പിൽ MP ഇന്ന് വാണിമേലിൽ എത്തിച്ചേർന്നത്. നിരവധി ആളുകളാണ് ഷാഫിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടും വോട്ടിനായും ഒരുപാട് പ്രതീക്ഷകളോടെ ഈ യാത്രയിൽ പങ്കെടുത്തത്. കേരളത്തിലുടനീളം ഒരു ഐക്യ ജനാധിപത്യ മുന്നണി തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷാഫി പറമ്പിൽ MP ഇന്നത്തെ യാത്രയിൽ എത്തിച്ചേർന്നത്. ജനങ്ങളുടെ പങ്കാളിത്തം വളരെ നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം ഈ യാത്രയെ വരവേൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പഞ്ചായത്ത് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് സ്ഥാനാർത്ഥിയും കാര്യങ്ങളൊക്കെ നേരിട്ട് വരുന്നുണ്ട്, കാണുന്നുണ്ട്. അതിന് പുറമെ ഒരു വർക്ക് നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തപ്പം ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ മീറ്റിംഗിൽ വന്നു, ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ നിങ്ങൾ നേരിട്ട് ഒന്ന് വിളിച്ചിട്ടുണ്ടോ? ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരെ, കുടുംബങ്ങളെ, അപ്പുറത്തെ വീട്ടിലെ പരിചയക്കാരെ, അയൽവാസികളെയൊക്കെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നൊരുക്കങ്ങളിലാണ് നേതാക്കന്മാർ. UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ മീഡിയ വിഷനോടൊപ്പം ചേരുന്നു. ജില്ലയിൽ UDFന് അനുകൂലമായ ആവേശകരമായ തരംഗമാണ് ആഞ്ഞുവീശിക്കൊണ്ടിരിക്കുന്നത്. വാണിമേൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഈ പ്രാവശ്യം UDF ജയിച്ച് കയറും. ജില്ലാ പഞ്ചായത്തും കോഴിക്കോട് കോർപ്പറേഷനിലും UDFന്റെ ആധിപത്യം വരും. മുനിസിപ്പാലിറ്റികളിലും മെച്ചപ്പെട്ട നിലയിൽ UDF വിജയം ആവർത്തിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർഭരണത്തിനെതിരായിട്ടുള്ള വിജയത്തിൻ്റെ അസുലഭ സന്ദർഭമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തും. അതിൻ്റെ പ്രതിധ്വനികളാണ് നാടും നഗരവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി തയ്യുള്ളതിൽ സുബൈർ നമ്മളോടൊപ്പം ചേരുന്നു. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ? തെരഞ്ഞെടുപ്പിന് എല്ലാ മുന്നൊരുക്കങ്ങളും മുമ്പ് തന്നെ പാർട്ടി വാണിമേൽ പഞ്ചായത്തിൽ വളരെ ശക്തമായി, മുസ്ലിം ലീഗ് പാർട്ടിയും UDFും വളരെ ശക്തമായ മുന്നൊരുക്കങ്ങൾ മുമ്പ് തന്നെ നടത്തിയിരുന്നു. വാണിമേൽ പഞ്ചായത്തിൽ വളരെ തെറ്റായ രീതിയിലുള്ള വാർഡ് വിഭജനമാണ് ഇടതുപക്ഷം ഭരണസ്വാധീനം ഉപയോഗിച്ച് വാണിമേൽ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് വാണിമേലിലെ മുഴുവൻ ജനങ്ങളും. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത പ്രതിഷേധം. ഒരു വീട്ടിൽ തന്നെ 3 വാർഡുകളായിട്ടുള്ള ഉപ്പ ഒരു വാർഡിൽ, ഉമ്മ ഒരു വാർഡിൽ, മകൻ മറ്റൊരു വാർഡിൽ, അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ട്. ആ ഒരു പ്രതിഷേധം വാണിമേലിലെ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 18ാം വാർഡിൽ വാണിമേലിലെ ഏറ്റവും ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്ന ഒരു വാർഡാണ് 18ാം വാർഡ്. അതുപോലെ തന്നെ 1ാം വാർഡിൽ ബാലകൃഷ്ണൻ വളരെ ശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി LDF നടത്തിയ തെറ്റായ വാർഡ് വിഭജനത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ അതിനെതിരെ ശക്തമായ വോട്ടിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാണിമേലിൽ വീണ്ടും 20 വർഷമായി തുടരുന്ന UDF ഭരണം ശക്തമായ രീതിയിൽ തുടരുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നാദാപുരം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി KK നവാസ് ആണ് എനിക്കൊപ്പം ഉള്ളത്. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയപ്പോഴാണ് ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നാദാപുരം ഡിവിഷനെ പ്രതികരിച്ചിട്ടുള്ള എനിക്ക് മുമ്പ് അംഗങ്ങളായിട്ടുള്ള അഹമ്മദ് പുന്നക്കലും CBN നജ്മയും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് തുടരണം. അതുകൂടാതെ വിവിധ മേഖലകളിലുള്ള വികസനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ പ്ലാനുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് കന്നിക്കാരനാണ്. പക്ഷേ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്തിട്ടുള്ള നല്ല പരിചയം എനിക്കുണ്ട്. ഈ ജില്ലാ പഞ്ചായത്തിൽ തന്നെ അഹമ്മദ് പുന്നക്കലിൻ്റെയും അതുപോലെ CBN നജ്മയുടെയും തെരഞ്ഞെടുപ്പ് കൺവീനറായും ചീഫ് ഏജന്റായും ഒക്കെ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്തിട്ടുള്ള നല്ല പരിചയമുണ്ട്. അത് എനിക്ക് ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആളുകളുമായി ബന്ധപ്പെടാനും ഇലക്ഷൻ മാനേജ് ചെയ്യാനൊക്കെ
വളരെ സൗകര്യപ്രദമായി തോന്നിയിട്ടുണ്ട്. പ്രചരണ നടപടികളൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണ പരിപാടികളൊക്കെ അവിടെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. വാർഡ് UDF കൺവെൻഷനുകളും അതുപോലെ തന്നെ കുടുംബ സംഗമങ്ങളിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇനി 5, 6, 7 തീയതികളിൽ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പ്രമുഖ വ്യക്തികൾ അതുപോലെ തന്നെ മറ്റാളുകളെയൊക്കെ വ്യക്തിപരമായി കാണുന്ന തിരക്കിലുമാണ്. മീഡിയ വിഷൻ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി അങ്കത്തട്ട് 2025 സ്ഥാനാർത്ഥി പരിചയം. വാണിമേലിൽ നിന്നും മിത്ര മോഹൻ, മീഡിയ വിഷൻ.